തായേ, അതുക്കപ്പുറം നീ നടന്ന് നടന്ന് കടൽ തീരം വഴി ആറ്റുകാലിൽ വിശ്രമിച്ചു. പിന്നീട് ചേരമാൻ മണ്ണാക്കും കൊടുങ്ങല്ലൂരിലെത്തി. ചേരമാൻ പെരുമാൾ, ചേരൻ ചെങ്കുട്ടുവൻ നിന്നിലെ ദേവീഭാവത്തെ ഇവിടെ കുടിയിരുത്തി. പോതും ഇളങ്കോവനെ, പോതും. പാതിവൃത്യത്താൽ മധുരയെ കണ്ണകി ചുട്ടരിച്ചു. അപ്പോൾ മധുരാരാജ്ഞിക്ക് അത് തടയുവാനുള്ള പാതിവൃത്യ ശക്തി ഇല്ലാതായി പോയോ ഇളങ്കോവനെ? അമ്മ, തായേ, നിൻ കണവൻ കോവലനെ കൊല്ലിച്ച കൊടും പാപത്താൽ അവളുടെ വ്രതശുദ്ധി നഷ്ടപ്പെട്ടു. പുരുഷനുമേൽ ആധിപത്യം സ്ഥാപിച്ച് പാപകർമ്മം ചെയ്യിച്ചവളുടെ പതിയുടെ ജീവൻ അവൾ കാരണം തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ എന്ത് പാതിവൃത്യം? ഞാൻ എഴുതിയ കഥയിൽ പക്ഷപാതം കാട്ടിയിട്ടില്ല. മാധവി ദേവദാസിയായിരിക്കാം, പക്ഷെ അവൾ ആദ്യവും അവസാനവുമായി കഴിഞ്ഞ ഒരേ ഒരു പുരുഷൻ കോവലൻ തന്നെ. അതിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. മുത്തമിഴിന്റെ ഇതിഹാസങ്ങളിൽ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്ന് അവളുടെ പേരിലാണ്. അവളുടെ ജീവിത കഥയാണ് കുലവാണികർ ചാത്തനാർ എഴുതിയ മണിമേഖല. മണിമേഖല എന്റെ കോവലനോട് മകൾ? അമ്മ, ദേവദാസി കുലത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അവളെ ഞാൻ എന്റെ തൂലികയാൽ വീണ്ടും പിഴപ്പിച്ച് ഒരു വേശിയാക്കണമായിരുന്നോ? അതെന്നിലെ എഴുത്തുകാരന്റെ ധർമ്മമല്ല. ഒരു ജീവിതത്തെയെങ്കിലും എന്നിലെ എഴുത്തുകാരന് തൂലികത്തുമ്പിലെ അക്ഷരത്താൽ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു എഴുത്തുകാരന്റെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസാഹിത്യങ്ങൾക്ക് ആധാരമായ കൃതികളിലെല്ലാം തെറ്റ് ചെയ്തവർ തന്നെയാണ് കഥാനായകർ. അവരുടെ നന്മയും തിന്മയും ഗ്രന്ഥകാരൻ വരച്ചിടും. സത്വ തമോ രജോ ഗുണങ്ങളുള്ള മനുഷ്യന് അവനവന്റെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാം, പ്രവർത്തിക്കാം. അത് കാലത്തിന്റെ നീതി, കാവ്യനീതി. പക്ഷം പിടിക്കുകയോ ഒന്നിനെ മാത്രം വിമർശിച്ചെഴുതുകയോ ചെയ്യുന്നവന് കാലത്തെ അതിജീവിക്കും കൃതികൾ എഴുതാൻ. നാളത്തെ തലമുറയ്ക്കായി ഒരു പാഠം തയ്യാറാക്കാൻ കഴിയില്ല. വിഷം നിറഞ്ഞ തലച്ചോറുകൾ സൃഷ്ടിക്കാനേ കഴിയൂ. അതല്ല എന്റെ ധർമ്മം, അതല്ല എന്റെ നീതി. ഒരു മനുഷ്യന്റെ മൂല്യത്തെ, ഒരു നാടിന്റെ സംസ്കാരത്തെ, ഒരു സജ്ജീവിത രീതിയെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനായുള്ള സന്ദേശവാഹകരാണ് അക്ഷരങ്ങൾ. അക്ഷരം അഗ്നിയാണ്, അറിവിന്റെ വെളിച്ചമാണ്. ഇളങ്കോവനെ, ഒരു പെണ്ണായി ഞാൻ ചിന്തിച്ചു പോയി. നീയാണ് ശരി. ജ്ഞാനത്തിൻ വെളിച്ചം പകരും സർഗ പ്രതിഭാസമേ. അക്ഷരത്തിലൂടെ അറിവിൻ വെളിച്ചവും യാഥാഗ്നിയും പകരും മഹാപ്രതിഭയ്ക്ക് കണ്ണകിയുടെ നമോവാദം.